Good morning once again. നമ്മൾ കഴിഞ്ഞ സെക്കൻഡ് സാറ്റർഡേ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസമാകുന്നുണ്ട്. നമ്മൾ നിഫ്റ്റിയുടെയും മിഡ് ക്യാപ് സ്റ്റോക്സിൻ്റെയൊക്കെ ജനറലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി സ്റ്റോക്സിന് കാര്യമായിട്ടുള്ള ഒരു ഇൻഡെക്സിന് കാര്യമായിട്ടുള്ള ഗെയിൻസ് ഒന്നും വന്നിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്ന ഒരു 21,800 ലെവൽസിൽ തന്നെയാണ് ഇപ്പോഴും നിഫ്റ്റി നിൽക്കുന്നത്. അതേസമയത്ത് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്സും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. മിഡ് ക്യാപ്സ് അന്നത്തെ കാട്ടി 2.5% ഇൻഡെക്സ് കയറിയിട്ടുണ്ട്. സ്മോൾ ക്യാപ്സും അറൗണ്ട് 2.7-2.8% കയറിയിട്ടുണ്ട്. നിഫ്റ്റി എന്തുകൊണ്ട് കയറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റിയിലെ ഒരു ഹെവി വെയ്റ്റ് സ്റ്റോക്ക് ദാറ്റ് ഈസ് HDFC Bank. ഇറ്റ് ഹാസ് ബീൻ ഡ്രാഗിങ് ഡൗൺ ദ നിഫ്റ്റി സിൻസ് ദ റിസൾട്ട്സ് കെയിം. അപ്പം HDFC Bank ഈസ് ഹാവിങ് അറൗണ്ട് 15% വെയിറ്റേജ് ഇൻ നിഫ്റ്റി. അത് ഏകദേശം ഈ റീസെൻ്റായിട്ട് വന്ന ഹൈയിൽ നിന്ന് ഏകദേശം 10% ഡൗൺ ആണ്. അപ്പോൾ നിഫ്റ്റി ഇനി നന്നായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ HDFC Bank ഒക്കെ നന്നായിട്ട് പെർഫോം ചെയ്യണം. റിലയൻസ് അണ്ടർ പെർഫോമൻസ് ആയിരുന്നു. ഇപ്പോൾ റിലയൻസ് ഓൾ ടൈം ഹൈ കട്ട് ചെയ്തു. പക്ഷെ എന്നാലും മാർക്കറ്റ് മൊത്തത്തിൽ കയറിയ ആ റേഞ്ച് വെച്ചിട്ട് റിലയൻസ് മുകളിലോട്ട് പോയിട്ടില്ല. പിന്നെ നമുക്കുള്ളത് ഇപ്പോൾ വന്ന ഈ Q3 റിസൾട്ട്സ് ആണ്. തേർഡ് ക്വാർട്ടർ റിസൾട്ട്സ് മിക്കവാറും എല്ലാം വന്നു കഴിഞ്ഞു. ഇനി കുറച്ചുകൂടെ വരാനുണ്ട്. അതിൽ ഞങ്ങൾ നോക്കുമ്പോഴത്തേക്ക് തേർഡ് ക്വാർട്ടർ റിസൾട്ട്സ് വന്നതിൽ ഒരു 1000 കമ്പനീസിൻ്റെ റിസൾട്ട്സ് വന്ന കമ്പനീസിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഞങ്ങളൊന്ന് കമ്പയർ ചെയ്തപ്പോഴത്തേക്ക് ദ പ്രോഫിറ്റ് ഹാസ് ഗ്രോൺ ബൈ 25%, while the sales has only grown by 6%. അപ്പം സെയിൽസ് 6% കയറി, എന്നാൽ പ്രോഫിറ്റബിലിറ്റി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഓവർ ദി ലാസ്റ്റ് സെവറൽ മന്ത്സ് എല്ലാ റോ മെറ്റീരിയൽ പ്രൈസസ് ഹാവ് കം ഡൗൺ ഷാർപ്ലി. ഫോർ എക്സാമ്പിൾ കെമിക്കൽസ്, ഇപ്പം നമ്മൾ റിന്യൂവബിൾ എനർജിക്ക് വേണ്ടിയിട്ടുള്ള സോളാർ പാനൽസ്, ഇപ്പോൾ കോള് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ് ഹാസ് കം ഡൗൺ ബൈ 80% ഓഫ് ദി പ്രൈസ് ഫ്രം ഇൻ ദ ലാസ്റ്റ് 4-5 months. അപ്പോൾ കമോഡിറ്റി പ്രൈസസ് ജനറലായിട്ട് നന്നായിട്ട് താഴെ വന്നതുകൊണ്ട് അവർ കമ്പനീസ് ആർ ഡൂയിങ് എക്സ്ട്രീംലി വെൽ. അതിൽ തന്നെ ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കൽസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് സജസ്റ്റ് ചെയ്യാനായിട്ടുള്ളത് ഇപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് സജസ്റ്റ് ചെയ്യാനുള്ളത് ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോക്സും പിന്നെ പവർ സ്റ്റോക്സുമാണ്. ഈ ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോക്സിൻ്റെ റോ മെറ്റീരിയൽസ് മിക്കവാറും കെമിക്കൽസാണ്, ബൾക്ക് കെമിക്കൽസാണ്. റോ മെറ്റീരിയൽസ് കുറഞ്ഞ കാരണം ദേ ആർ ഡൂയിങ് എക്സ്ട്രീംലി വെൽ. പിന്നെ US-ലുള്ള സപ്ലൈ ചെയ്യുന്ന ജനറിക് പല ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ലൈക്ക് സൈഡസ്, കാഡില, പിന്നെ ഡോക്ടർ റെഡ്ഡീസ്, ഇതുപോലുള്ള കമ്പനീസ് ആർ ഡൂയിങ് എക്സ്ട്രീംലി വെൽ ആൻഡ് ദേ വിൽ സ്റ്റിൽ ഗോ ഫർദർ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പം ഒരു റിന്യൂവബിൾ എനർജി എന്ന് പറയുന്ന പവർ സെക്ടർ. ഈ പവർ സെക്ടർ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ പവർ സെക്ടറിൻ്റെ ഡിമാൻഡ് 8-9% ഗ്രോത്ത് ഉണ്ട്. ഇന്ത്യയുടെ എക്കോണമി ഗ്രോ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും വലിയ റിക്വയർമെൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് പവറാണ്. പക്ഷേ ഇന്ത്യയിലൊരു പവർ ഇൻഫ്രാസ്ട്രക്ചർ വളരെ കുറവാണ്, ലൈക്ക് പവർ ട്രാൻസ്മിഷൻ. അപ്പോൾ നമ്മൾ കൂടുതൽ പവർ റിക്വയർമെൻറ്റ്സ് വരുമ്പോഴത്തേക്ക് പവർ മാനുഫാക്ചറിങ്, പവർ ട്രാൻസ്മിഷൻ, ഇതിനൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ അതിൽ വരുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഈ റിന്യൂവബിൾ എനർജിക്ക് നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. റിന്യൂവബിൾ എനർജി എന്ന് ഉദ്ദേശിക്കുന്നത് ആസ് യു ആർ അവെയർ സോളാറും ആ രീതിയിലുള്ള എനർജീസാണ് നമ്മൾ റിന്യൂവബിൾ എനർജിയിലോട്ട് വരുന്നത്. പിന്നെ ഈ ഇലക്ട്രിക്കൽ കൺവേർഷൻ ഓഫ് വെഹിക്കിൾസ്, ഇതെല്ലാം റിന്യൂവബിൾ എനർജി സോഴ്സിലാണ് വരുന്നത്. അപ്പോൾ അത് കാരണം ഈ പവർ സ്റ്റോക്സിൽ നമുക്ക് തന്നെ അറിയില്ല, ഇപ്പോൾ ഒത്തിരി പവർ സ്റ്റോക്സ് കയറുന്ന കാരണം സോ മെനി കമ്പനീസ് ഹാവ് ചേഞ്ച് ദെയർ നെയിം ടു റിന്യൂവബിൾ ഓർ സോളാർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പേര് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ജെനുവിൻ കമ്പനീസ് ഏതാണ് അല്ലാത്ത ഏതാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. പക്ഷേ അതിനകത്ത് ഞാൻ നോക്കുകയാണെങ്കിൽ ടാറ്റ പവർ എന്നുള്ള കമ്പനി അവർ ഈ സോളാർ ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു ട്രസ്റ്റ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ടാറ്റ പവർ. നമ്മൾ ഹ്യൂജ് ടേൺ ഓവർ ഉള്ള കമ്പനി. ഐ തിങ്ക് ദേ ആർ മേക്കിംഗ് എ ക്വാർട്ടർലി പ്രോഫിറ്റ് ഓഫ് 400-450. അതുപോലെ നല്ല നല്ല കമ്പനീസ് ഉണ്ട്. നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒത്തിരി കമ്പനീസ് റിന്യൂവബിൾ എനർജി അല്ലെങ്കിൽ സോളാർ എനർജി എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കയറുന്നുണ്ട്. പിന്നെ ഈ വിൻഡ് എനർജി സ്റ്റോക്സും ഒത്തിരി കയറുന്നുണ്ട്. നല്ല സ്റ്റോക്സും ഉണ്ട്. അതിൽ ഇപ്പം വിൻഡ് എനർജിയിൽ നമുക്ക് എപ്പോഴും മനസ്സിൽ വരുന്നത് സ്വിസ്ലോണാണ്. സ്വിസ്ലോൺ നേരത്തെ വലിയ റേറ്റൊക്കെ ആയിട്ട് അത് കഴിഞ്ഞിട്ട് 5-6 രൂപയ്ക്കായി. അത് കഴിഞ്ഞിട്ട് 22-23 റുപ്പീസ് ആയിരുന്നപ്പോഴത്തേക്ക് റൈറ്റ് ഇഷ്യൂ നടത്തിയിട്ട്
അവരുടെ ഡെറ്റ് എല്ലാം പോയി. അപ്പോൾ ഞാൻ പലർക്കും റെക്കമെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. നൗ ഇറ്റ് ഹസ് കം ടു ഓൾമോസ്റ്റ് 48-49 റുപ്പീസ്. അപ്പോൾ സ്വിസ് ലോണൊക്കെ നമുക്ക് ഈ വിലയ്ക്കും ഒരു കറക്ഷൻ വരികയാണെന്നുണ്ടെങ്കിലൊക്കെ മേടിക്കാൻ കുഴപ്പമില്ലാത്ത ഷെയർസാണ്. കാര്യം ഇപ്പോൾ കാർത്തികിനോട് ചോദിക്കണമെങ്കിൽ കാർത്തിക് സാർ ഒരു ഡെറ്റുള്ള കമ്പനിയാണ്, നേരത്തെ അണ്ടർ പെർഫോമൻസ് ഉള്ള കമ്പനിയാണെന്നെല്ലാം പറയും. സത്യമാണ്. പക്ഷേ അതിനകത്ത് ഒത്തിരി സ്റ്റോക്സ്, അപ്പോൾ നമ്മൾ വിൻഡ് എനർജി, പിന്നെ ഈ റിന്യൂവബിൾ എനർജിയിൽ സോളാർ എനർജി, ഈ പേര് പറയുന്ന സ്റ്റോക്സ് എല്ലാം ഒത്തിരി കയറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഇതെല്ലാം ഡബിളും ട്രിപ്പിളും ആയിട്ടൊക്കെ ഇതൊക്കെ നമ്മൾ മേടിക്കാൻ കൊള്ളാമോ എന്നുള്ള ഒരു ചോദ്യമാണ് മെയിനായിട്ട് വരുന്നത്. പക്ഷേ എനിക്കിപ്പോഴും പറയാനുള്ളത്, ഇതിനകത്ത് ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള പവർ സെക്ടർ സ്റ്റോക്സ് വി ക്യാൻ സ്റ്റിൽ ബൈ. ഓക്കെ, അത് നമ്മൾ ചിലപ്പോൾ ഇനി കറക്ഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ കറക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ എപ്പോൾ വരും എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ മാർക്കറ്റിൽ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പൊക്കെ ഇച്ചിരി ഓവർ വാല്യൂഡാണ്, ഒരു കറക്ഷൻ എപ്പോഴെങ്കിലും വരാം എന്ന് പറയും. നമ്മൾ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിഫ്റ്റി തന്നെ ഇപ്പം ആ കോവിഡ് ടൈമിൽ 2020 ഏപ്രിലിൽ നിന്ന് നിഫ്റ്റി അന്ന് 7,500 ആയിരുന്നു. ഇറ്റ് ഹാസ് കം ടു അറൌണ്ട് 22,000. ദാറ്റ് ഇസ് നിഫ്റ്റി ഹാസ് ഗോൺ അപ്പ് ബൈ 3 times. അതേസമയത്ത് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് നോക്കുകയാണെങ്കിൽ ദേ ഹാവ് മൾട്ടിപ്ലൈഡ് ബൈ 5 times. അപ്പോൾ നമ്മൾ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മീനിങ് ഫുൾ കറക്ഷൻ ഇതുവരെ വന്നിട്ടില്ല. ചിലപ്പോൾ ഒരു ദിവസം ഒരു ഇന്നലെയൊക്കെ 2%, 3% മിഡ് ക്യാപ്പ് വീണപ്പോൾ തന്നെ എല്ലാവരും പാനിക്കായി, അയ്യോ കയ്യിരിക്കുന്ന സ്റ്റോക്സിൻ്റെയൊക്കെ വില കുറഞ്ഞു പോയി, വിൽക്കണോ എന്നുള്ളൊരു പാനിക്കാണ്. ഇതൊക്കെ ചെറിയ ചെറിയ കറക്ഷൻസാണ്. 400-500% കയറിയതിൽ 2%, 3% കറക്ഷൻ വരുമ്പോഴത്തേക്കാണ് ആൾക്കാർ പാനിക്കാവുന്നത്. അപ്പോൾ ശരിക്കുള്ളൊരു 30% കറക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഈ മിഡ് ക്യാപ്പിലൊക്കെ നമ്മുടെ കയ്യിരിക്കുന്ന സ്റ്റോക്സിൻ്റെയൊക്കെ വില എന്തായിരിക്കും നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വി ഹാവ് ടു ബി വെരി കെയർഫുൾ ഇൻ വാട്ട് വി ആർ ഇൻവെസ്റ്റിംഗ്. ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഒരാൾ ഒരു സ്റ്റോക്ക് മേടിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ട് നല്ലതാണോ ചോദിക്കും. ചിലപ്പോൾ ഇവിടെ ഞങ്ങൾ റിസർച്ചിൽ വിളിച്ചിട്ട് ഈ സ്റ്റോക്ക് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ് മേടിക്കുന്നത്. ഇപ്പോൾ ആൾക്കാരിങ്ങനെ സ്ക്രീനിങ് നോക്കിക്കൊണ്ട്, ഇപ്പോൾ എല്ലാവർക്കും എല്ലാവരും മൊബൈലിലും ആണല്ലോ ചെയ്യുന്നത്. ഇത് ഏതാണ് കയറുന്നത്, അല്ലെങ്കിൽ 5% അപ്പ് 10% അപ്പ് ഏതാണെന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. കയറുന്ന സ്റ്റോക്സിന് സീലിംഗ് അടിക്കുന്നതിന് മുമ്പ് ആദ്യം മേടിക്കുകയാണ്. എന്താണ് ഏതാണെന്നൊന്നും ആരും നോക്കുന്നില്ല. അതിനുശേഷമാണ് വിളിച്ച് ചോദിക്കുന്നത്, ഇതെങ്ങനെ ജെന്യൂൻ കമ്പനിയാണോ, കൊള്ളാമോ, ഞാൻ എന്തായാലും മേടിച്ചിട്ടുണ്ട്, സീലിംഗ് ആണ്, നാളെ ഇന്ന് 20% സീലിംഗ്, നാളെ 20 കൂടെ കിട്ടുമായിരിക്കും. വെൽ ആൻഡ് ഗുഡ്, നല്ലത് തന്നെയാണ്. പക്ഷേ വി ഹാവ് ടു ബി നിംബിൾ ഇനഫ് ടു ഗെറ്റ് ഔട്ട് ഫ്രം ദ സ്റ്റോക്ക് വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് കമ്മിങ് ഡൗൺ. ഫോർ എക്സാമ്പിൾ, ചില സ്റ്റോക്സൊക്കെ നമ്മൾ ഒരു റിന്യൂവബിൾ എനർജിയുടെ 1-2 സ്റ്റോക്സ്, എനിക്ക് പേര് ഞാൻ പറയുന്നില്ല, അതെല്ലാം ഇത് 300-400 രൂപയിൽ നിന്ന് ദിവസം സീലിംഗ് അടിച്ച് 500 രൂപയിൽ നിന്ന് 4,000-5,000 രൂപ വരെ എല്ലാ ദിവസവും അപ്പോർട്ട് സീലിംഗ് ആണ്. 5% അപ്പോർട്ട് സീലിംഗ് അടിച്ചടിച്ച് പോവാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ 500 സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം കൊള്ളാം, ദിവസം ഒരു 1 ലക്ഷം രൂപ വെച്ച് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ ആ കമ്പനി, എൻ്റെ കയ്യിൽ ഒരു 500 ഞാൻ മേടിച്ചായിരുന്നു കേട്ടോ, ലോ റേറ്റ്. അപ്പോൾ ഞാൻ കാർത്തിനോട് ഇവിടെ, സാറ് റിന്യൂവബിൾ എനർജി എന്നുള്ള പേരാണ്, ഇതിന് എത്രത്തോളം ഇതുണ്ട് എന്നൊന്നും നമുക്കറിയില്ല. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും കാണും, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇൻ ദി ലൈം ലൈറ്റ്. ഇപ്പോൾ ആരാ മേടിക്കുന്നത് വെച്ചാൽ, ഈ സമയത്ത് ഒരുപാട് ഓപ്പറേറ്റേഴ്സ് പല പല വെർത്ത്ലെസ് സ്റ്റോക്സിനെ മുകളിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. അപ്പോൾ ഇന്നലെ മാർക്കറ്റ് മിഡ് ക്യാപ്പ് പൊട്ടിയ സമയത്ത് ഈ സാധനം 5% ഡൗൺവേർഡ് സീലിംഗ് അടിച്ചു. എന്നുവെച്ചാൽ ആദ്യം 5% അപ്വേർഡ് സീലിംഗ് അടിച്ച്, അപ്പോൾ 10% കുറഞ്ഞു. അപ്പോൾ നമ്മുടെ അപ്പം അതുവരെ നമ്മൾ വി ഹാവിങ് സോൾഡ് ഇറ്റ്, ബട്ട് സ്റ്റിൽ വി ആർ തിങ്കിങ് ദാറ്റ് വി ആർ ഹാവിങ് ദിസ് മച്ച് പ്രോഫിറ്റ് എന്ന് വിചാരിക്കണം. നമ്മൾ വിറ്റാലല്ലേ പ്രോഫിറ്റ് റിലീസ് പറ്റും. അത് 10% ഇറങ്ങി. അത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് അറിയാം, ഇത് ഇനി നമ്മൾ വിൽക്കാനേ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ വാങ്ങിയ വിലയെക്കാട്ടി താഴെ ആയിരിക്കും വിൽക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഈ സ്റ്റോക്കിനെ നോക്കിയിട്ട് അത് സീലിംഗ് പൊട്ടുവാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടൊക്കെ വെക്കണം. അതൊന്നും ആരെയും കൊണ്ട് പറ്റുന്നതല്ല. അപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കൊള്ളാം, മൊമെൻറ്റം സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് കൊള്ളാം, നല്ലതാണ്, ആസ് ലോങ് ആസ് വി മേക്ക് പ്രോഫിറ്റ്സ്. ആ പ്രോഫിറ്റ് ഇത് താഴോട്ട് വരുന്ന സമയത്ത് നമ്മുടെയൊക്കെ എന്ന് വെച്ചാൽ ഒരു സാധാരണ ഒരു ഇൻവെസ്റ്ററിൻ്റെ ഒരു മെൻറ്റാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു 100 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം അത് 500 രൂപ ആകുമ്പോഴത്തേക്ക് നമ്മളത് 400 രൂപ പ്രോഫിറ്റ്, ആ പ്രോഫിറ്റ് എല്ലാം നമ്മൾ കണക്ക് കൂട്ടി വെച്ചിരിക്കുകയാണ്. ഈ 500 രൂപയിൽ നിന്ന് ഒരു 20% ഇറങ്ങുന്ന സമയത്ത് അയ്യോ എൻ്റെ പ്രോഫിറ്റ് 20% പോയി എന്നുള്ള ചിന്തയാണ്. അല്ലാതെ എൻ്റെ ഞാൻ 1 ലക്ഷം 100 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്ത സാധനം 500 ഇന്നിപ്പോൾ 480 അല്ലെങ്കിൽ 460 ആയി എന്നുള്ള ചിന്തയല്ല വരുന്നത്. നമ്മൾ അങ്ങനെ ചിന്തിക്കുകയും ചെയ്തത്.
അതിന് വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പം ഇന്ന് രാവിലെ ഞങ്ങൾ പറഞ്ഞാണ് ഈ പേടിഎം എന്ന് പറഞ്ഞ പേയ്മെൻറ്റ് ബാങ്ക് വന്നു. അവർ മറ്റേ യുപിയുടെ മറ്റേ മണി ട്രാൻസ്ഫറും പിന്നെ അവർക്ക് കുറേ ഡെപ്പോസിറ്റും അങ്ങനെ ഇങ്ങനെ കുറേ ആക്ടിവിറ്റീസാണ്. അപ്പം ഇറ്റ് വാസ് ലിസ്റ്റഡ് അറ്റ് എ വെരി ഹൈ പ്രൈസ്. ചൈനീസ് ആൾക്കാരായിരുന്നു എന്നാണ് എൻ്റെ പ്രൊമോട്ടേഴ്സ് ഒക്കെ പറയുന്നത്. അവരെല്ലാം അവരെ ഷെയറിന് നമ്മുടെ ഇവിടെ കൊണ്ടുവന്നിട്ട് 2000 രൂപയ്ക്ക് വിറ്റു. അന്ന് ഞങ്ങൾ സ്റ്റഡി ചെയ്തിട്ട് പറഞ്ഞാൽ അതൊന്നും ഒന്നുമില്ല, ന്യൂ ജനറേഷൻ ടെക്നോളജി സ്റ്റോക്ക് എന്നൊക്കെ നമ്മുടെ സൊമാറ്റോ ഒക്കെ പറയുന്ന പോലെ പറയാം. അപ്പോൾ അത് അന്ന് തന്നെ ഓവർ വാല്യൂഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇറ്റ് വാസ് ഡൂയിങ് ഓക്കെ. പക്ഷെ അത് 2000 രൂപയിൽ നിന്ന് ഐ തിങ്ക് ഇറ്റ് ഹസ് കം ഡൗൺ ടു 400 റുപ്പീസ്. ഞാൻ ഫോളോ ചെയ്തിട്ടില്ല, 400 രൂപ എന്തോ ആയിട്ടുണ്ട്. അപ്പോൾ RBI has seen some serious problem with that particular ഈ സ്മോൾ ഫൈനാൻസ് ഈ പേടിഎം ബാങ്കിന് സീരിയസ് പ്രോബ്ലം കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് തന്നെ ഫസ്റ്റ് ഡേ തന്നെ അത് കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് ഡൗൺവേർഡ് സീലിംഗ് അടിച്ചു. സെക്കൻഡ് ഡേ ഡൗൺവേർഡ് സീലിംഗ് അടിച്ചു. തേർഡ് ഡേ വീണ്ടും 10% അടിച്ചു. അപ്പോൾ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് 20% റിട്ടേൺ. ആൾക്കാർ എന്നെ വിളിച്ച് ചോദിക്കുകയുള്ളൂ, ഇത്ര ഇറങ്ങിയില്ല, നമുക്ക് വാങ്ങാമോ. വി ഷുഡ് നോട്ട് ടച്ച് ഇറ്റ്. നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി, ഫസ്റ്റ് ഡേ 20% അടിക്കുമ്പോഴത്തേക്ക് അത് വിൽക്കാനുള്ള ധൈര്യം നമുക്കുണ്ടാവണം. ബിക്കോസ് RBI ഒക്കെ ഇടപെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ they will do, നമ്മൾ വെരി റിലയബിൾ ആൻഡ് ഡിപ്പെൻഡബിൾ ആൻഡ് ട്രസ്റ്റ്വർത്തി ഓർഗനൈസേഷൻ, they won't take such actions without there is any serious problem. എന്താ സീരിയസ് പ്രോബ്ലം ഒന്നും നമുക്കറിയില്ല. പലരും പറയുന്നത് വെച്ചാൽ ഒരുപാട് ഫേക്ക് അക്കൗണ്ട്സിൽ നിന്ന് പൈസ വന്നു പോയി എന്നെല്ലാം പറയുന്നു. ഇത് നമ്മൾ മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ യെസ് ബാങ്ക് ആണെങ്കിലും ശരി, അതുപോലെ ഒരുപാട് ബാങ്ക് ആണെങ്കിലും ശരി, ഇങ്ങനെയുള്ള RBI ഇൻ്റർവെൻഷനുള്ള ബാങ്ക്സ്, ഇറ്റ് വിൽ ഓൾ കം ഡൗൺ ടു 10 റുപ്പീസ് 5 റുപ്പീസ് ആ ലെവലിലേക്ക് ഇത് വരും. ഇപ്പോൾ 400 രൂപയുണ്ട്, ചാൻസ് കിട്ടുമെന്നുണ്ടെങ്കിൽ വിൽക്കുക. ചിലപ്പോൾ നിങ്ങൾ വിറ്റിട്ട് ചിലപ്പോൾ ഇത് ബൗൺസ് ബാക്ക് ചെയ്ത് ചിലപ്പോൾ 600 രൂപ ആയെന്നിരിക്കാം. നമുക്ക് ആ പൈസ വേണ്ടാന്ന് വിചാരിക്കാം, ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് വേറെ വിൽക്കാം. ഇപ്പോഴും ആൾക്കാർ, ഇപ്പം നമ്മൾ 20% സീലിംഗ് അടിച്ചു, സം സീരിയസ് പ്രോബ്ലം വാസ് ദെയർ. ഈ പുട്ട് 20% നമുക്ക് ഷെയർ വിറ്റ് പോകാനുള്ള ചാൻസസ് ഉണ്ട്. കാര്യം എന്താണ്, ഒരുപാട് ആൾക്കാർ ഇൻവെസ്റ്റേഴ്സ്, ഞാൻ മണ്ടന്മാരാണെന്ന് ഞാൻ പറയുന്നില്ല, ആൾക്കാരുടെ ഒരു ട്രെൻഡാണ്, ഇത് 20% അടച്ചല്ലോ, ഇതിനകത്ത് 1000 മേടിക്കുക അല്ലെങ്കിൽ 500 മേടിക്കുക എന്ന് വിചാരിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ഒരുപാട് സ്മോൾ ക്യാപ് സ്റ്റോക്സും മിഡ് ക്യാപ് സ്റ്റോക്സും ഭയങ്കരമായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മേടിക്കുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷേ എപ്പോൾ നമ്മൾ പുറത്തിറങ്ങണമെന്ന് നമ്മൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. എസ്പെഷ്യലി ഈ റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞിട്ട്, സോളാർ, വിൻഡ് എനർജി എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി സ്റ്റോക്സ് ഭയങ്കരമായിട്ട് കയറുന്നുണ്ട്. പക്ഷേ ആസ് യു ആർ അവെയർ 1 crore ഹൗസസിന് ബഡ്ജറ്റിൽ, ഇൻ്ററിം ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തതാണ്, ഗവൺമെൻറ് ഇസ് പ്ലാനിങ് ടു ഇൻസ്റ്റാൾ വിത്ത് സ്യൂട്ടബിൾ, എന്താ പറയുന്നത്, സബ്സിഡി കൊടുത്തിട്ട് ഈ സോളാർ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഒരു പദ്ധതിയുണ്ട്. യൂഷ്വലി വെൻ ദിസ് ഗവൺമെൻറ് കംസ് ഔട്ട് വിത്ത് ഇതുപോലുള്ളൊരു സ്കീം വരികയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദം ആർ ഇംപ്ലിമെൻറ്റഡ്. ഐ ഡോണ്ട് നോ ഹൗ മച്ച് ടൈം ഇറ്റ് മേ ടേക്ക്. ചിലപ്പം ഒരു 2 വർഷം 3 വർഷം എടുക്കുമായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ നോക്കേണ്ടത്, ദർ ഇസ് എ ഹ്യൂജ് ഡിമാൻഡ് ഫോർ സോളാർ പാനൽസ്. റിന്യൂവബിൾ എനർജിയിൽ ഇന്ത്യ വേൾഡ് കോൺഫറൻസിൽ നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ ഫാസ്റ്റായിട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം ഈ ചൈനയിൽ ഈ പാനൽസിൻ്റെ വിലയെല്ലാം, ചൈനയാണ് 80% ഈ സോളാർ പാനൽസ് എക്സ്പോർട്ട് ചെയ്യുന്നത്, അതിൻ്റെ വില 80% കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പവർ സെക്ടർ ദർ ഇസ് എ ഹ്യൂജ് ഗ്രോത്ത്. ഓൺലി തിങ് we have to select which stocks we are going to buy. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോസ് ആണ്. നമ്മൾ നേരത്തെ നമ്മൾ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്തിരുന്നത് FIസിനെയാണ്. FI സ്റ്റാർട്ട് കാര്യം ഇന്ത്യൻ മാർക്കറ്റ് അത്ര ഒരു ഷാഡോ മാർക്കറ്റായിരുന്നു. ഇന്നിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ഐ തിങ്ക് തേർഡ് ലാർജസ്റ്റ് മാർക്കറ്റ്, ഫോർത്ത് ലാർജസ്റ്റ് മാർക്കറ്റാണ് ഇന്ത്യൻ മാർക്കറ്റ്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ക്യാപിറ്റലൈസേഷൻ വളരെ ഉണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ FIസിനെ ഡിപ്പെൻഡ് ചെയ്താണെങ്കിൽ FIസ് സെല്ല് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ മാർക്കറ്റ് വിൽ ക്രാഷ്. പക്ഷേ വാട്ട് വി ഹാവ് ടു റിയലൈസ് നൗ ഇസ്, ഫോർ എക്സാമ്പിൾ മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോസ് ഓഫ് ജാനുവരി ഹസ് കം ഇൻ. അറൌണ്ട് 22,000 crores ആണ് ടോട്ടൽ മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോ. അതിനകത്ത് 19,000 crores എന്ന് പറയുന്നത് SIP ആണ്. SIP എന്ന് പറഞ്ഞ് എല്ലാവർക്കും അവെയറാണ്, മന്ത്ലി ആയിട്ട് വരുന്ന എമൗണ്ട് ആണ്. വെദർ ഇറ്റ് ഈസ് 5, ഐ നോ പീപ്പിൾ ഹു പുട്ട് ആസ് ലിറ്റിൽ ആസ് 1,000 rupees. ഞാനൊക്കെ എൻ്റെ പിള്ളേർ ജനിച്ചപ്പോഴത്തേക്ക് മാസം 5,000 രൂപ 2 മ്യൂച്വൽ ഫണ്ട് ഇടുമായിരുന്നു. പിള്ളേരെല്ലാം വലുതായപ്പോഴത്തേക്ക് ഇറ്റ് ഹാസ് കം ടു എ ബിഗ് എമൗണ്ട്.
അപ്പോൾ അതുപോലെ അത് നമ്മൾ നിർത്തില്ല. 5000 രൂപയിലേ ഉള്ളൂ അല്ലെങ്കിൽ 50,000 രൂപയിലേ ഉള്ളൂ. വെദർ ദ മാർക്കറ്റ് കംസ് ഡൗൺ വി ഡോണ്ട് സ്റ്റോപ്പ്. ഇഫ് യു സീ ദ ഫ്ലോ ഓഫ് SIP and the total money coming into the mutual ഫണ്ടിലുള്ളത് ചില മാസം ഡിപ്പാവും. കാര്യം കുറേ വലിയ ഇൻവെസ്റ്റേഴ്സ് മ്യൂച്വൽ ഫണ്ട്സ് ചിലപ്പോൾ വിൽക്കും, തിങ്കിങ് ദാറ്റ് മാർക്കറ്റ് മേ കം ഡൗൺ. പക്ഷേ SIPയിലുള്ള ഫ്ലോ സ്റ്റഡിയാണ്. ഇറ്റ് ഈസ് സ്റ്റഡിലി ഗ്രോയിങ് അപ്പ്. ഇവിടെ പ്രസൻറ്റേഷനിൽ ഒരു ചാർട്ട് അത് കാണിക്കും. അപ്പോൾ SIP എന്നുള്ള 19,000 crores കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ SIPയിൽ വരുന്ന സ്റ്റോക്സിൽ പലതും ഇപ്പോൾ പുതിയ മ്യൂച്വൽ ഫണ്ട്സ് വരുന്ന എല്ലാം റിന്യൂവബിൾ എനർജി, അല്ലാന്നുണ്ടെങ്കിൽ PSU, അല്ലെങ്കിൽ സ്മോൾ ക്യാപ്സ്, ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളാണ് വരുന്നത്. അപ്പോൾ ദീസ് മണി ഇറ്റ് ഈസ് ഗീവൺ ഫോർ എ പർട്ടിക്കുലർ ഇൻഡസ്ട്രി ഓർ എ പർട്ടിക്കുലർ ഒരു മിഡ് ക്യാപ്പിനാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഹാസ് ടു കം ദെയർ. അവിടെ ലിക്വിഡിറ്റി കുറവായതുകൊണ്ട് ദേ ഹാവ് ടു ചേസ് ദീസ് സ്റ്റോക്സ് ആൻഡ് ദാറ്റ് ഇസ് വൈ ദീസ് സ്റ്റോക്സ് ആർ ഗോയിങ് അപ്പ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നൗ ഇന്ത്യൻ മാർക്കറ്റ് ഈസ് not under the influence of FIs. FIസിന് ഇൻഫ്ലുവൻസ് ഇല്ല എന്നല്ല പറയുന്നത്. FIs they have huge investment. അപ്പോൾ FIs ഒന്നും അങ്ങനെ പെട്ടെന്ന് വിൽക്കില്ല. പക്ഷേ FIs വിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ 20,000 crores 22,000 crores is coming in monthly. ഇപ്പം സപ്പോസ് ബിഗ് ഇൻവെസ്റ്റേഴ്സ് ഡിസൈഡ് ടു സെൽ സം മ്യൂച്വൽ ഫണ്ട്സ്, SIPs 19,000 crores 20,000 crores വരികയാണെങ്കിൽ ഹ്യൂജ് എമൗണ്ട്. It will come to around 2,50,000 crore rupees per year. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് കാർത്തിക് വാസ് ടെല്ലിംഗ് മീ ദാറ്റ് 25% ഏർണിംഗ്സ് ഗ്രോത്ത് ഈ Q3 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടെന്ന്. ദാറ്റ് ഈസ് ജനറൽ ഓർഡർ. ഒരു 1,000 കമ്പനീസിൻ്റെ എടുക്കുമ്പോഴത്തേക്കും സെൻസെക്സ് കമ്പനീസിൻ്റെ നോക്കുമ്പോഴത്തേക്കും ഈ ക്വാർട്ടറിൽ ശാല ഏർണിംഗ്സ് 13% വരുള്ളൂ. ബിക്കോസ് Tata Steel or some other heavyweights have pulled down the earnings of the Sensex or Nifty. But this year it will come to 22 to 24% growth of earnings in Sensex shares. അവിടെയാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നത്. നിഫ്റ്റിയുടെ കമ്പൈൻഡ് ഏർണിങ്സ് അല്ലെങ്കിൽ സെൻസെക്സിന്റെ കമ്പൈൻഡ് ഏർണിങ്സ്, അത് ദാറ്റ് റെപ്രസെന്റ് ഓൾ ദി ഗുഡ് സെക്ടേഴ്സ് ആൻഡ് ഓൾ ദി ഗുഡ് ഇൻഡസ്ട്രി ലീഡേഴ്സ്. അപ്പം അതിലുള്ള ഏർണിങ്സ് 20% പ്ലസ് ആവും. എത്രയാണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. 22 or 23%. We should understand that after 2008 20%-ന് മുകളിൽ ഏർണിങ്സ് ഇതുവരെ വന്നിട്ടില്ല. That is for the last, you can say 15 years or 17 years, the combined earnings of the Nifty or Sensex have never come above 20%. Only in 2021 it was around 18 or 19%. അതിന് മുമ്പൊക്കെ 10%, 9%, 8% അങ്ങനെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു 20% ഗ്രോത്ത് വന്നു എന്ന് വെച്ചാൽ കമ്പനീസ് ആർ ജെന്യുവൻലി മേക്കിംഗ് പ്രോഫിറ്റ്സ്. അപ്പോൾ കമ്പൈൻഡ് വിത്ത് എൻ ഏർണിങ്സ് ഗ്രോത്ത് ആൻഡ് വിത്ത് ദ ലിക്വിഡിറ്റി ദാറ്റ് ഈസ് കമ്മിങ് ഇൻ ടു ദ ഇന്ത്യൻ മാർക്കറ്റ്സ്, ഇറ്റ് ഈസ് എ ഭയങ്കര എന്താ പറയുക, ഇറ്റ്സ് എ ഹെഡി കോക്ടെയിൽ ദാറ്റ് ക്യാൻ ടേക്ക് അപ്പ് ദ മാർക്കറ്റ്സ് ടു മച്ച് ഹയർ ലെവൽസ് ദാൻ വാട്ട് എനി ഓഫ് us can imagine. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള 2003 മുതൽ 2007 വരെ ഏർണിങ്സ് 25%, 26%, 20% ആയ സമയത്താണ് 2003 3,000 ആയിരുന്ന സെൻസെക്സ് 2007-8 ജാനുവരി ആയപ്പോഴത്തേക്ക് 21,000 ആയത്. അന്ന് പറഞ്ഞ കണക്ക് ആ 20-25% ഏർണിങ്സ് കൊണ്ടാണ് മാർക്കറ്റ് മൾട്ടിപ്ലൈഡ് ബൈ 7 times ഇൻ മേ ബി 5 years. ഇപ്പം നമ്മൾ ഏർണിങ്സ് 20% ഏർണിങ്സ് വന്നിരിക്കുന്നേ ഉള്ളൂ. അപ്പം ഇത് ഇനി അങ്ങോട്ട് ഈ ഏർണിങ്സ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് 2003 to 2008 പോലെ ഒരു റിപ്പീറ്റ് ഇല്ല എന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു 1/3 ഒരു റിപ്പീറ്റ് വന്നാൽ പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തൊന്നും സെൻസെക്സോ നിഫ്റ്റിയോ ഒന്നും നിൽക്കില്ല. ഇതെല്ലാം ഭയങ്കരമായിട്ട് കയറിപ്പോവും. ആൻഡ് ഇഫ് യു തിങ്ക് ഇപ്പോൾ ഒരുപാട് സ്മോൾ ക്യാപ്സും മിഡ് ക്യാപ്സും ആണ് കയറുന്നത്. നിഫ്റ്റിയിലുള്ള പല സ്റ്റോക്സും ഒന്നും കയറി തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ HDFC ബാങ്ക് ഒന്നും ഓൾ ടൈം ഹൈ ഒന്നും പോയിട്ടില്ല. റിലയൻസ് ഇസ് ഓൾസോ ജസ്റ്റ് നിയർ ഓൾ ടൈം ഹൈ. അങ്ങനെ കുറേ ഹെവി വെയ്റ്റ്സ് ഇപ്പോൾ ITC സ്റ്റാർട്ടഡ് കമ്മിങ് ഡൗൺ. അങ്ങനെ ഇതെല്ലാം കൂടെ കയറുകയാണെന്നുണ്ടെങ്കിൽ വി ഓൾവേസ് ടോക്ക് അബൌട്ട് നിഫ്റ്റി ഓർ സെൻസെക്സ്. പക്ഷേ ആസ് എ ബോർഡർ മാർക്കറ്റ്, ഇപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇത്രയും ഓസ് കൺട്രീസിൽ നമ്മൾ 50 ഷെയർ എടുത്തിട്ട് കാര്യമില്ല. ഈ ഒരുപാട് ഗ്രോത്ത് സ്റ്റോക്സ്, ന്യൂ ജനറേഷൻ ഇപ്പോൾ ലിസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്സ്, പുതിയ സ്റ്റോക്സ്,
അവരുടെ എല്ലാം കൂടെ കമ്പൈൻഡ് ഏർണിങ്സ് എടുക്കുമ്പോഴത്തേക്കാണ് ഈ 25% ഏർണിങ്സ് നമ്മളിപ്പോൾ വന്ന കമ്പനീസിൻ്റെ എടുക്കുന്നത്. ഈ 25% ഏർണിങ്സ് നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ മാർക്കറ്റ് വളരെയായിട്ട് കയറിപ്പോവും. ദാറ്റ് ഡസൻ ദാറ്റ് മീൻ ദാറ്റ് എല്ലാ ദിവസവും കയറുമെന്നില്ല. വി ആർ ഗോയിങ് ടു ഹാവ് എ ഗുഡ് കറക്ഷൻ. നല്ലൊരു കറക്ഷൻ വരും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പൊക്കെ ഒരു 4 വർഷം കൊണ്ട് ഇറ്റ് ഹാസ് ഗോൺ അപ്പ് ബൈ 5 times. അപ്പോൾ എവിടെയെങ്കിലും ഒരു കറക്ഷൻ വരും. ചിലപ്പം വലിയ കറക്ഷൻ ആയാലും ഒരു 20% 30% കറക്ഷൻ വരും. ദാറ്റ് കറക്ഷൻ വിൽ ബി പെയിൻഫുൾ. പണ്ടൊക്കെ ദീസ് PSE സ്റ്റോക്സ് വെർ അൺടച്ചബിൾ ഫോർ ബിഗ് ഫണ്ട് മാനേജേഴ്സ്. അവർക്ക് അതൊക്കെ മേടിക്കുന്ന ഒരു കുറവ് പോലെയാണ്. വി ഡോണ്ട് ടച്ച് PSE സ്റ്റോക്സ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. Now after the new government has come in, for if you take banks, നമ്മുടെ പബ്ലിക് സെക്ടർ ബാങ്ക്സിൽ ഹ്യൂജ് NPAs ഉണ്ടായിരുന്നു. അതെല്ലാം ഓവർ ദി ലാസ്റ്റ് 7-8 years അതെല്ലാം ക്ലീൻ ആയി വന്നു. ഇപ്പൊ PSU ബാങ്ക്സ് SBI എന്താ കയറാത്ത 2 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞു കാർത്തിക് SBI has given a huge breakout and it is going to go. അതിനാണ് ഇന്നലത്തെ പൊട്ടി മാർക്കറ്റിലും SBI കയറി. അതേപോലെ ബാങ്ക് ഓഫ് ബറോഡ, അങ്ങനെയുള്ള കുറെ ഷെയർസ് നന്നായിട്ട് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് നന്നായിട്ട് കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ PSU സ്റ്റോക്സ് എന്തുകൊണ്ട് കയറി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് ദ റീറേറ്റിംഗ് എന്ന് ഉദ്ദേശിച്ചത് 5 PE ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനി. പീപ്പിൾ റിയലൈസ് ദാറ്റ് these are not untouchables anymore. These are good companies and they will perform. Managements are good, so people are ready to buy those stocks, thinking that their peers in the private sector are trading at 20 and 25%, and these public sector banks are trading at 3 and 5%. അപ്പോൾ 5 PE ഉള്ള ഒരു സ്റ്റോക്ക് ഓക്കെ 100 രൂപയ്ക്ക് ട്രേഡ് ചെയ്യണം. അപ്പം അതിന് ഏർണിങ്സ് ഗ്രോത്ത് ഒന്നുമില്ല. അപ്പോൾ പീപ്പിൾ ആർ റെഡി ടു ബൈ and its PE goes up to 15. 3% PE കയറുകയാണെങ്കിൽ അതിന് 3% പ്രൈസ് മൾട്ടിപ്ലൈ ആണെന്നുണ്ടെങ്കിൽ that is without any earnings due to re-rating, a stock which is trading at PSU stock trading at 5 PE, if it is going to 15 PE, then the price of the stock will triple. 5 PE സ്റ്റോക്ക് 15 PE ആകുമ്പോഴത്തേക്ക് എന്നിട്ടും ഇതായിട്ടില്ല. ഞാൻ ഈ ഇടയ്ക്ക് നോക്കിയപ്പോഴത്തേക്ക് REC PFC ഒക്കെ 3-4 PE-ലൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്. ആഫ്റ്റർ ഓൾ ദീസ് റൈസ് 300-400% റൈസ് ആയിട്ട് സ്റ്റിൽ ദേ ആർ ട്രേഡിംഗ് അറ്റ് 11 and 12. അതെ രണ്ട് കാര്യങ്ങളാണ് സാറേ അത് ഞാൻ പറയാൻ വന്നത്. ഒന്ന് റീവാലുവേഷൻ കൊണ്ട് ബിക്കോസ് ഓഫ് re-rating, not re-rating. Re-rating കാരണം people are more interested in public sector just because of that they are gone up. And like you rightly mentioned, many of these PSU stocks are doing well. Profitability കൂടിയിട്ടുണ്ട്. If you take banking stocks, ഇപ്പോൾ ഈ REC PFC ഒക്കെ വരുന്നത് റിന്യൂവബിൾ എനർജിയും അത് ഡിസ്ട്രിബ്യൂഷനിലേക്ക് അവർ പ്രോഫിറ്റബിൾ കൂടിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ PSU സ്റ്റോക്സ് ഇപ്പോൾ കയറിയത് ബിക്കോസ് ഓഫ് റീറേറ്റിംഗ്. ആൻഡ് നൗ ഫർദർ ഇഫ് ഇറ്റ് ഈസ് ഗോയിങ് ടു ഗോ അപ്പ് ഇറ്റ് ഷുഡ് ബി ബിക്കോസ് ഓഫ് ഗുഡ് ഏർണിങ്സ്. ഓക്കെ. ഈ പഴയ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വന്നപ്പോഴത്തേക്ക് ഈ സ്മാർട്ട് ക്യാപ്പ് പലതും മിഡ് ക്യാപ്പിലോട്ടില്ല, പല മിഡ് ക്യാപ്പും അങ്ങനെ വന്നപ്പോൾ അവിടെയും ഈ പറഞ്ഞ PE റേഷ്യോ വീണ്ടും ഈ പബ്ലിക് സെക്ടറിൽ കൂടുതൽ ഡിവിഡൻഡ് കൊടുക്കുന്നതുകൊണ്ട് ഈ എല്ലാവർക്കും ടാക്സ് കൂടുതൽ പേ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് എല്ലാം ഒരു 70 ഗ്രോത്തിന്റെ പ്രോഫിറ്റിന്റെ 70-80% ഡിവിഡൻഡ് ഗവൺമെന്റ് ഓൺഡ് ആണ് പലതും. 80-90% ഗവൺമെന്റ് റവന്യൂവിന് വേണ്ടിയിട്ട് ഹ്യൂജ് ഡിവിഡൻസ് ആൻഡ് ഹ്യൂജ് ഔട്ട്ഫ്ലോ വിൽ ഗോ ടു ഇതെല്ലാം ഉണ്ട്. അപ്പൊ പിന്നെ ഈ PSU സ്റ്റോക്സിന്റെ ഇനി അടുത്ത സ്റ്റെപ്പ് ഓഫ് റാലി വിൽ ബി ഡിപ്പെൻഡിങ് ഓൺ ദ ഏർണിങ്സ് ഓഫ് ദ സ്റ്റോക്ക്. നന്നായിട്ട് പെർഫോം ചെയ്യുന്ന PSU സ്റ്റോക്സ് ആയിരിക്കും ഭയങ്കരമായിട്ട് കയറുന്നത്. അപ്പോൾ PSU സ്റ്റോക്സ് എന്ന് പറയുന്നത് നമ്മൾ നോക്കി വയ്ക്കുക. ഇപ്പൊ നോക്കിയ IOC ഇതെല്ലാം ഓയിൽ ട്രേഡിംഗ് കമ്പനീസ് ഒന്നും അവരുടെ പ്രോഫിറ്റബിലിറ്റി ഒന്നും കൂടിയിട്ടില്ല റിസൾട്ട് വരുമ്പോഴത്തേക്ക്. അതുപോലെ ഡിഫൻസിലെ പല സ്റ്റോക്സിലും ഹ്യൂജ് ഓർഡേഴ്സ് ഉണ്ട്, പ്രോഫിറ്റബിലിറ്റി ഒന്നും കൂടിയിട്ടില്ല. അത് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. Railway stocks, because railway huge development is going to come in railways. Result വന്നപ്പോഴത്തേക്ക് ഒന്നിന്റെ പ്രോഫിറ്റബിലിറ്റി കൂടിയിട്ടില്ല. ബട്ട് സ്റ്റിൽ ദീസ് ഷെയർസ് ആർ നോട്ട് ഫോളോയിങ് ഡൗൺ. അപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻ ഈ പൈസ ഒരുപാട് കഴിഞ്ഞ വർഷം 10 lakh crores ആണ്
ഗവൺമെന്റിൽ ബഡ്ജറ്റിൽ വെച്ചിരുന്നത്. ഈ വർഷവും കൂട്ടിയില്ല. അത് തന്നെയാണ്. ഈ പൈസ എല്ലാം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലോട്ട് വരുമെങ്കിൽ വരണം, വന്നിട്ട് ഇതെല്ലാം റിയലൈസ് ചെയ്തിട്ട് എഴുതി കിട്ടിയിരിക്കുന്ന പ്രോജക്ട്സ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വാല്യുവേഷൻസ് ഒക്കെ ജസ്റ്റിഫൈ ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചാർട്ട്സ് നോക്കാം. only thing is ഒരുപാട് സ്റ്റോക്സ് കയറുന്നുണ്ട്. എ മീനിങ് കറക്ഷൻ ക്യാൻ കം എനി ടൈം. ഇപ്പം ഇലക്ഷൻ വരെ നമ്മൾ മാർക്കറ്റ് വലുതായിട്ട് പൊട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇഫ് യു സീ ദ മാർക്കറ്റ്സ് ഫോർ ദ ലാസ്റ്റ് ഫ്യൂ വീക്സ് ഹ്യൂജ് വോളറ്റിലിറ്റിയാണ്. 200 പോയിന്റ് കയറും, 200 പോയിന്റ് ഇറങ്ങും. അതെല്ലാം ഒരു ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഈ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ദേ ആർ നെവർ ഗോയിങ് ടു മേക്ക് മണി ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ ആരെങ്കിലും ഒക്കെ ട്രേഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിർത്തി വെച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. മനസ്സമാനം കിട്ടും, മണി ഓൾസോ. ഗുഡ് മോർണിംഗ്. Second thing, even if people are trading, I know a friend, huge corpus under, he is trading, he is investing in the market. He used to trade, but now ചേട്ടാ ഞാൻ കയ്യിലുള്ള സ്റ്റോക്ക് ഞാൻ ട്രേഡ് ചെയ്യാറില്ല, എൻ്റെ കയ്യിലുള്ള സ്റ്റോക്സ് വിൽക്കും, താഴെ വരുമ്പോൾ മേടിക്കും. ഞാൻ വെല്ലം ഈ ഹോൾഡിംഗ് എ സ്റ്റോക്ക് പുള്ളി മേടിക്കുന്നത് 10,000 20,000 ഇതിലൊക്കെയാണ് മേടിക്കുന്നത്. 20,000 ഉള്ള സ്റ്റോക്ക് ഇന്നലെ മേടിച്ചിട്ട് 2 രൂപ തീർക്കും, അത് വിൽക്കും. വിറ്റിട്ട് 50 പൈസ ഇറങ്ങുമ്പോൾ മേടിച്ചിട്ട് എന്നോട് പറയും, കണ്ടോ ഞാൻ 50,000 രൂപ ഉണ്ടാക്കി കേട്ടാണ് ഞാൻ ഇന്നലെ ട്രേഡ് ചെയ്തിട്ട്. ഈ 100 രൂപയ്ക്ക് വിൽക്കിയ സാധനം 101 ആയി കഴിഞ്ഞാൽ തിരിച്ചു മേടിക്കില്ല, 110 ആയാലും തിരിച്ചു മേടിക്കില്ല, അത് അങ്ങനെ കയറിപ്പോകും. അപ്പൊ എന്നോട് പറഞ്ഞാൽ ഞാൻ എന്ത് സ്റ്റോക്ക് വിറ്റാൽ അത് കയറിപ്പോകും. ഞാൻ പറഞ്ഞു നിങ്ങൾ വിൽക്കുന്നുണ്ടല്ലോ അത് കയറിപ്പോകുന്നത്, അത് കയറി തുടങ്ങുമ്പോഴേ നിങ്ങൾ വിറ്റ് കളയുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നല്ല സ്റ്റോക്സ് ആണെന്നുണ്ടെങ്കിൽ ഗീവ് ഇറ്റ് ടൈം ടു ഗീവ് us sufficient returns. ഇത് ഞാൻ കഴിഞ്ഞ വർഷം കാണിച്ച ചാർട്ടാണ്. നമുക്ക് ഈ ബുൾ മാർക്കറ്റിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണെന്ന് അറിയാനായിട്ട് ഞാൻ ഇട്ടിരിക്കുന്നതാണ്. ഇത് അഗെയിൻ നമ്മൾ 2000 ആ കോവിഡ് ടൈമിൽ 12,400 നിഫ്റ്റി 7,500 താന്നിട്ട് ആ 7,500 നിന്നാണ് ഇറ്റ് ഹാസ് കം ടു 22,000. ദാറ്റ് ഈസ് ഇൻ അറൌണ്ട് ഒരു 4 years ഇറ്റ് ഹാസ് മൾട്ടിപ്ലൈഡ് ബൈ 3 times. ഇത് മിഡ് ക്യാപ് ഇൻഡെക്സ് ആണ്. മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്സും PSU എല്ലാം നോക്കിയപ്പോഴത്തേക്ക് ഏകദേശം ഇതേ പെർഫോമൻസ് ആണ്. ഡ്യൂറിംഗ് ദിസ് പീരിയഡ് ഈ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് അറൌണ്ട് 10,000. നൗ ഇറ്റ് ഹാസ് കം ടു നിയർ 50,000. അത് 4 വർഷം കൊണ്ട് 5 ഇരട്ടി ആയിട്ടുണ്ട്. നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു മിഡ് ക്യാപ്പിലൊക്കെ ഒരു കറക്ഷൻ വന്നു എന്ന് പറയുന്നത് ഈ കറക്ഷൻ ഇതിപ്പോൾ വീക്ക്ലി ചാർട്ടാണ്. ഈ കറക്ഷൻസ് എന്ന് പറയുന്നത് വളരെ ചെറിയ ചെറിയ കറക്ഷൻസ് ആണ്. ഇവിടെയാണ് ഒരു മേജർ കറക്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഇപ്പൊ ഒരു 2% 3% ഇറങ്ങുമ്പോഴത്തേക്ക് ഈ എല്ലാം കറക്റ്റ് ചെയ്തു, മിഡ് ക്യാപ് കറക്ഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞത് ഈ 500 times കയറിയിട്ടാണ്, ഒരു 500% കയറിയിട്ടാണ് 3 or 4% കറക്ഷൻ വരുന്നത്. ഒരു മീനിങ് ഫുൾ കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോട്ടൽ പ്രൈസിന്റെ ഒരു 30% ഒരു കറക്ഷൻ വരും. അത് എപ്പോൾ വേണോ വരാൻ ഞാൻ നേരത്തെ പറഞ്ഞത്. സോ വി ഷുഡ് ഓൺലി കെയർഫുൾ. നമ്മൾ എപ്പോഴും കാണിക്കുന്നതാണ് ഈ നിഫ്റ്റി ഈസ് മൂവിങ് ഇൻ എ ചാനൽ. ഈ ചാനലുകളൊന്നും ഒന്നുമില്ല. പ്രൈസസ് മൂവ് ഇൻ ട്രെൻഡ്. ഒരു അപ്വേർഡ് ട്രെൻഡ് വരും, പിന്നെ ഒരു സൈഡ് വേസ് ട്രെൻഡ് വരും, പിന്നെ ഡൗൺവേർഡ് ട്രെൻഡ് വരാം. ഇപ്പൊ ഈ നിഫ്റ്റി നേരത്തെ ഒരു അപ് ട്രെൻഡ്, പിന്നെ ഒരു സൈഡ് വേസ് ട്രെൻഡ്, പിന്നെ ഒരു അപ് ട്രെൻഡ് വന്നു. ഈ അപ് ട്രെൻഡിലുള്ള ഈ ചാനലിനെ നിഫ്റ്റി ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ചെയ്തെന്ന് വെച്ചാൽ ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് നിഫ്റ്റി ഈസ് ഗോയിങ് ടു കം ഡൗൺ. ഇതിന്റെ നിഫ്റ്റിയുടെ അപ് ട്രെൻഡ് കഴിഞ്ഞു എന്നുള്ളതല്ല, ഇത്രയും ഷാർപ്പായിട്ട് കയറിയതുകൊണ്ട് ഇതൊരു സൈഡ് വേസ് ട്രെൻഡാണ് ഇപ്പൊ കാണുന്നത്. നമ്മളിപ്പം ഒരു സൈഡ് വേസ് ട്രെൻഡായിട്ട് പോയിട്ട് പിന്നെ അടുത്ത അപ് ട്രെൻഡിലേക്കുള്ള ഒരു ടൈം ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കുറച്ചൊരു കറക്ഷൻ ആയിട്ട് ഒരു ഡൗൺ ട്രെൻഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് നമുക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സൈഡ് വേസ് ചാനലിന്റെ അപ്പർ സൈഡും ലോവർ സൈഡും എന്ന് പറയുന്നത് അപ്പർ സൈഡ് 21,125. അത് 2 പ്രാവശ്യം ആ പോയിന്റ് ടച്ച് ചെയ്തിട്ട് ആണ് ഈ അപ് സൈഡ് വന്നിരിക്കുന്നത്. ഈ ഡൗൺ സൈഡ് എന്ന് പറയുന്നത് 21,150. എന്ന് വെച്ചാൽ ഒരു 1,000 പോയിന്റ്സിന്റെ ഡിഫറൻസിലാണ് ഈ ചാനൽ നിൽക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു സൈഡ് താഴോട്ടോ മുകളിലോട്ടോ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ ട്രെൻഡ് മാറും. ഈ ക്യാൻഡിൽ സ്റ്റിക് ചാർട്ടുകൾ ഞാൻ കണ്ടൊരു ഇതെന്ന് വെച്ചാൽ ഒരു ഡബിൾ ടോപ്പ്
ഫോർമേഷൻ അത് കൺഫർമേഷൻ ആയിട്ടില്ല. നേരത്തെ വന്നിട്ട് ഈ 21,124 ഒരു പ്രീവിയസ് ആയിട്ട് ഡിസംബർ മാസത്തിൽ ഒരു ഹൈ വന്നു. അതിനുശേഷം പിന്നെ താഴെ 21,150 വന്നിട്ട് ഒരു ദിവസം വീണ്ടും ആ ഹൈ വന്നു 22,125. ഒരു പോയിന്റ് കട്ടിയിട്ട് അന്ന് തന്നെ മാർക്കറ്റ് തിരിച്ചടിച്ചു. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഇപ്പോൾ ഒരു സൈഡ് വേസ് പോവാണ്. ഇതൊരു ഡബിൾ ടോപ്പ് ആണെന്ന് കൺഫേം ചെയ്യണമെന്നെങ്കിൽ ഈ രണ്ട് ടോപ്പിന്റെ ഇടയ്ക്ക് വന്ന ഈ പോയിന്റ് 21,150 നമ്മുടെ ടെക്നിക്കൽ ടേംസിൽ നെക്ക് ലൈൻ എന്ന് പറയും. ഈ ഡബിൾ ടോപ്പ് ഫോർമേഷന് ഈ 21,150ക്ക് ഡിസീസീവ് ആയിട്ട് താഴെ വന്നാൽ മാത്രമേ നമ്മൾ ഈ ഡബിൾ ടോപ്പ് എന്ന് പറയുന്ന ഒരു പവർഫുൾ റിവേഴ്സൽ പാറ്റേൺ ആണ്. ഒരു ട്രെൻഡിന്റെ റിവേഴ്സൽ പാറ്റേൺ. ഒരു ടോപ്പ് വന്നു, പിന്നെ താഴെ വന്നു, പിന്നെ ഒരു ടോപ്പ് പോയി, പിന്നെ താഴെ വന്നു. അത് കഴിഞ്ഞിട്ട് ഈ നെക്ക് ലൈനിന് താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ട്രെൻഡ് കഴിഞ്ഞു. പക്ഷെ അങ്ങനെ ചിന്തിക്കാറായിട്ടില്ല. ഇപ്പോഴും ഈ ലെവലിൽ തന്നെ നിൽക്കുകയാണ്. ഇതൊരു സൈഡ് വേസ് മൂവ്മെന്റ് ആയിട്ട് ഇനി ഇത് ബ്രേക്ക് ചെയ്ത് ഇത് നിഫ്റ്റി അങ്ങനെ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിടത്ത് നിഫ്റ്റിയിലുള്ള അൺപെർഫോമിംഗ് ആയിട്ടുള്ള HDFC ബാങ്കോ അങ്ങനെയുള്ള സ്റ്റോക്സ് നന്നായിട്ട് പെർഫോം ചെയ്യേണ്ടി വരും. ഇപ്പൊ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ്. അത് നേരത്തെ കാണിച്ച കണക്ക് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 21,150, റെസിസ്റ്റൻസ് ഈ ഡബിൾ ടോപ്പ് at 22,125. That's all. Thank you.